അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. സഖാവ് കെ രാധാകൃഷ്ണൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ കോൺഗ്രസുകാരുടെ ഒരു സമരാഭാസം ചേലക്കരയിൽ നടക്കുകയുണ്ടായി. എന്താ മുദ്രാവാക്യം? കെ രാധാകൃഷ്ണൻ MP സ്ഥാനം രാജിവെക്കണം. എന്താ കാരണം? ED കേസെടുത്തു. ED കേസെടുത്താൽ രാജിവെക്കണോ? അങ്ങനെ രാജിവെക്കണം എങ്കിൽ ആദ്യം രാജിവെക്കേണ്ടത് നിങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അല്ലേ? അതിന് മിണ്ടാട്ടമില്ല, അതിന് ഉത്തരവില്ല. ഇമാതിരി ഉളുപ്പില്ലാത്തൊരു വർഗം കോൺഗ്രസ് അല്ലാതെ വേറെ ആരായി നാട്ടിലുള്ളത്? ഏതെങ്കിലും തരത്തിലുള്ള വകതിരിവ് വേണ്ടേ? ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുമ്പോൾ ED ആരാ? ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വാലായി നിൽക്കുന്ന ഒരു അന്വേഷണ ഏജൻസി. ഇതാരാ പറഞ്ഞത് ഈ വാക്ക്? അത് പറഞ്ഞത് DK ശിവകുമാറാണ്. പക്ഷെ കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ ചിലർക്ക് ED BJP എന്നൊക്കെ പറയുമ്പോൾ ആവേശമാണ്, രോമാഞ്ചാണ്. അതുകൊണ്ടല്ലേ ഈ വിവരം കെട്ട നിലപാടുകൾ സ്വീകരിക്കുന്നത്? എന്നിട്ടോ MP-യുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറാൻ ശ്രമം. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്, കെ രാധാകൃഷ്ണന്റെ രോമത്തിൽ തൊടാൻ ആർജവമുള്ള ഒരു നേതാവും കോൺഗ്രസിലില്ല. എന്തൊക്കെ നുണ നിങ്ങൾ ചേലക്കരയിൽ പ്രചരിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ ചേലക്കര ബസ് സ്റ്റാൻഡിൽ 4 or 5 ചാനലുകളുടെ ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു. ആ ചർച്ചയിൽ എന്തെല്ലാം നുണകൾ നിങ്ങൾ തട്ടിവിട്ടു. ഇവിടെ പലരെ കൊണ്ടും എഴുതിച്ചു, ചേലക്കര ഇത്തവണ ഇടതുപക്ഷത്തിന് നഷ്ടമാകും. വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് പ്രദീപിന് ഉജ്ജ്വലമായ വിജയം നൽകിയ മണ്ണാണ് ചേലക്കരയുടേത്. കാരണം ജനങ്ങൾക്കുള്ള വിശ്വാസമാണ്. ഇപ്പൊ കരുവന്നൂർ കേസിൽ ഇവിടെ നേരത്തെ സഖാവ് പറഞ്ഞു, എന്താണ് വിഷയം? ആ സഹകരണ ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകളുടെ പേരിൽ പോലീസ് നടപടിയെടുത്തു, സഹകരണ ഡിപ്പാർട്ട്മെന്റ് നടപടിയെടുത്തു. അതിൽ പ്രതികളായിട്ടുള്ള ആളുകളുടെ വീടുകൾ, അവിടെ സംഗതികളെല്ലാം ഗവൺമെന്റ് പിടിച്ചെടുത്തു. ഇപ്പൊ ED എന്താ ചെയ്യുന്നത്? ആരാണോ ഈ കുറ്റകൃത്യം ചെയ്തത് അതിലെ 1ാം പ്രതിയെ തങ്ങളുടെ കക്ഷത്ത് പ്രലോഭിപ്പിച്ചിരുത്തിയിട്ട് അയാളുടെ കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ്. നിങ്ങൾ അറിയണം, ഇതറിയാത്തവരാണോ കോൺഗ്രസുകാർ? ആരാ സമരം ഉദ്ഘാടനം ചെയ്തത്? അച്ചങ്ങയുടെ പേര് ഞാൻ പറയണില്ല. അഡാട്ട് ബാങ്ക് കുളമാക്കിയ വിദ്വാൻ, ആ മനുഷ്യനാണ് ഇവിടെ വന്ന് പ്രസംഗിച്ചത്. ആ ബാങ്ക് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോവാനുള്ള കാരണം എന്താ? അവിടെ നീതി മെഡിക്കൽ സ്റ്റോറും ഫാം ഒക്കെ ഉണ്ടാക്കി, അഗ്രികൾച്ചർ ഫാം, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എല്ലാം ഉണ്ടാക്കി തട്ടിപ്പ് നടത്തിയ വിദ്വാൻ ഇവിടെ വന്ന് കെ രാധാകൃഷ്ണനെതിരായിട്ട് സംസാരിക്കുന്നു. കെ രാധാകൃഷ്ണൻ എനിക്ക് പതിറ്റാണ്ടുകളായിട്ട് അറിയാം. ഞങ്ങൾ ഒന്നിച്ച് യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവരാണ്. അന്യന്റെ ഒരു ചായ പോലും വാങ്ങി കുടിക്കാത്ത കെ രാധാകൃഷ്ണൻ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന രാധാകൃഷ്ണനും MM വർഗീസും AC മൊയ്തീനും ഒക്കെ പ്രതിയാണ് EDയുടെ കുറ്റപത്രത്തിൽ. CPIM പ്രതിയാണ്. ഏത് പാർട്ടിയാ CPIM? ഇന്ത്യ രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടാനകോടി രൂപ കൊള്ളയടിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊള്ളക്കെതിരായി സുപ്രീം കോടതിയിൽ പോരാടി ED ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള
ഭരണഘടനാ വിരുദ്ധമായ സംവിധാനത്തെ ഇല്ലാതാക്കിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് CPIM. ആ പാർട്ടിയെ പ്രതിയാക്കി കേസെടുക്കുന്നു. ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPIM. ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്കർഷകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. തിരഞ്ഞെടുപ്പ് കണക്ക് മാത്രമല്ല, പാർട്ടിയുടെ മുഴുവൻ വരവും ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ സമർപ്പിക്കുന്ന പ്രസ്ഥാനമാണ് CPIM. ഞങ്ങൾ പ്രഖ്യാപിച്ചു, 1 രൂപ പോലും ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് വേണ്ട. പക്ഷേ 4 ദിവസം മുമ്പ് മനോരമയിൽ വാർത്ത, CPIM വാങ്ങി ഇലക്ട്രൽ ബോണ്ട്. നുണ മാത്രം എഴുതാൻ ശീലിച്ചവർ അങ്ങനെയല്ലേ എഴുതൂ. പക്ഷെ കേസ് കൊടുക്കും എന്നായപ്പോ പിറ്റേ ദിവസം തിരുത്ത്, വാങ്ങിയിട്ടില്ല, ഞങ്ങളുടെ വാർത്ത തെറ്റാണ്. അപ്പോ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് പ്രാവർത്തികമാക്കുന്ന പാർട്ടി CPIM. ആ പ്രസ്ഥാനത്തെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ എങ്ങനെയാണ് പ്രതിയാക്കുക? ആരെയാണ് പ്രതിയാക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ പ്രതിയാക്കിയിട്ട് ആ പ്രതിയാക്കുന്നുള്ള കാരണം എന്താ? കരുവന്നൂർ കേസിൽ യഥാർത്ഥത്തിൽ പ്രതിയായിട്ടുള്ള ഒരാളെ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ തങ്ങളുടെ പരിധിയിലാക്കി കള്ളമൊഴി വാങ്ങി അത് വെച്ച് ഒരു കേസ് ഉണ്ടാക്കി തകർത്ത് കളയാം എന്നാണ് ചിന്ത. നോക്കൂ, ED എന്ന അന്വേഷണ ഏജൻസി എത്രമേൽ വിശ്വാസ്യത തകർന്ന ഒരു ഏജൻസിയാണ്. അവർ ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർണ്ണമായും അവരുടെ നേതൃത്വത്തിൽ ഇറക്കിയ കുഴൽപ്പണം, അതേക്കുറിച്ച് ED നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. 54 കോടി രൂപ BJPയുടെ ഓഫീസിൽ ഇറക്കി എന്ന് പറഞ്ഞത് BJPയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷാണ്. ED അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടു. അന്വേഷണം ഉണ്ടോ? തിരൂർ സതീഷിന്റെ മൊഴിയെടുത്തില്ല. തന്റെ മൊഴിയെടുക്കാതെയാണ് അന്തിമ റിപ്പോർട്ട് ED കോടതിയിൽ നൽകിയത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതികരണം ഉണ്ടായില്ല. ഞാൻ ചോദിക്കട്ടെ, കൊടകര കുഴൽപ്പണ കേസ്, ആ കുഴൽപ്പണ കേസിലെ EDയുടെ കള്ളക്കളിയെ കുറിച്ച് ശ്രീമാൻ അനിൽ അക്കരയുടെ നേതാക്കളായിട്ടുള്ള ഏതെങ്കിലും പാർലമെന്റ് മെമ്പർമാർ പാർലമെന്റിൽ സംസാരിച്ചോ? ED BJPയെ ഒഴിവാക്കി അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അതേക്കുറിച്ച് കോൺഗ്രസ് ഒരക്ഷരം മിണ്ടിയോ? ഒരു പ്രതികരണമില്ല. ഇപ്പോ EDയുടെ ഈ കള്ള കേസിൽ ഞങ്ങൾ CPIMന്റെ നേതാക്കൾ രാജിവെക്കണം എന്നാവശ്യപ്പെടുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ കള്ളക്കളിക്ക് പിന്നിൽ കൂട്ടുനിൽക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. യഥാർത്ഥത്തിൽ കരുവന്നൂർ ബാങ്ക് ഇപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബാങ്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, നിക്ഷേപകർക്ക് മെല്ലെ മെല്ലെ പണം തിരിച്ചു കൊടുക്കുന്നു, കാർഷിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു, നീതി സ്റ്റോറുകൾ നടത്തുന്നു. ഇപ്പൊ ഏക തടസ്സം കരുവന്നൂർ ബാങ്കിൽ നിന്ന് ED പിടിച്ചുകൊണ്ടുപോയ ആധാരങ്ങൾ തിരിച്ചു നൽകുന്നില്ല എന്നുള്ളതാണ്. പണം വാങ്ങാനുള്ളവരുടെ പണം വാങ്ങിയാൽ അവർ പണയം വെച്ച് ആധാരം തിരിച്ചു കൊടുക്കണ്ടേ? അത് EDയുടെ കയ്യിൽ നൽകുന്നില്ല. ഈ നിമിഷം വരെ കോൺഗ്രസ് EDയോട് ഇത് തിരിച്ചു കൊടുക്കണം എന്നൊരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഒരക്ഷരം ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ കള്ളക്കളികൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യാണ്. ഇപ്പോ കൊടുങ്ങല്ലൂർ നമ്മുടെ ജില്ലയിലാണ്. കൊടുങ്ങല്ലൂരിൽ ഒരിക്കൽ കേരള പോലീസ് റെയ്ഡ് നടത്തി കള്ളനോട്ടടിക്കുന്ന ഒരു ഗൂഢസംഘത്തെ പിടികൂടി. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പ്രസ്സിൽ 500ന്റെ നോട്ടുകൾ യഥാർത്ഥമേത് കള്ളനോട്ട് ഏത് എന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ കള്ളനോട്ടടിച്ച ഒരു സംഘത്തെ കേരള പോലീസ് പിടികൂടി. പിടികൂടിയപ്പോ പ്രതികളാരാ? BJPയുടെ 2 ജില്ലാ ഭാരവാഹികൾ. പോലീസ് അവരെ റിമാൻഡ് ചെയ്തു. ആ യന്ത്രം പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കി. കള്ളനോട്ട് കേസായതുകൊണ്ട് ED അന്വേഷിക്കണം എന്ന് കേരള പോലീസ് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടു.
ഈ നിമിഷം വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതേക്കുറിച്ച് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഞാൻ ചേലക്കരയിലെ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ സമരം പോലും ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾ നടത്താത്തത്? നിങ്ങൾക്ക് BJPക്കെതിരായിട്ട് ഒന്നും സംസാരിക്കാൻ പറ്റില്ല, നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ മറ്റൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ വരുന്നത് ഗുരുവായൂരിൽ നിന്നാണ്. ഇന്നലെ ഗുരുവായൂരിൽ ചില പത്രങ്ങളിൽ വാർത്തയുണ്ട്. എന്താണ് സംഭവം? അമിത്ഷാ ആരംഭിച്ച ഒരു മൾട്ടി സ്റ്റേറ്റ് ബാങ്ക് ഏതാണ്ട് 50ഓളം നിക്ഷേപകരെ കബളിപ്പിച്ച് മുങ്ങിയിരിക്കുന്നു. 1-2 രൂപയല്ല, ഏതാണ്ട് 500 കോടിയോളം രൂപ നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ച് മൂടും തട്ടിപ്പോയിരിക്കുന്നു അമിത്ഷായുടെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇതേക്കുറിച്ച് എന്ത് പറയാനുണ്ട് BJPക്ക്? ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ ജനങ്ങളെ കബളിപ്പിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ച് എന്ത് മിണ്ടാനുണ്ട്? ഒന്നും മിണ്ടാനില്ല. ED എവിടെയാ? ED ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ നടത്തുന്ന കൊള്ളയെ കുറിച്ച് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ധൈര്യമുണ്ടോ? ഒരു പ്രതികരണവുമില്ല. കള്ളനോട്ട് അന്വേഷിക്കില്ല, കുഴൽപ്പണം അന്വേഷിക്കില്ല, മൾട്ടി സ്റ്റേറ്റ് ബാങ്കുകളുടെ തട്ടിപ്പ് അന്വേഷിക്കില്ല. തട്ടിപ്പുകാരുടെ കള്ളമൊഴിയിൽ പിടിച്ച് ഇതാ CPIM-നെ ഞങ്ങൾ തകർക്കാൻ പോകുന്നു. ഇതല്ലേ ശ്രമം? ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളൂ, ഞങ്ങൾ ഇതുപോലെ എത്രയോ വേട്ടയാടലുകൾ കണ്ടവരാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് CPIM രൂപീകരിച്ച 964 കാലത്ത് ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുതൽ സാധാരണ പ്രവർത്തകരെ വരെയുള്ള നിരവധി നേതാക്കളെ കോൺഗ്രസ് ഗവൺമെന്റ് അന്ന് വേട്ടയാടി. ചൈനീസ് ചാരന്മാർ എന്ന് പറഞ്ഞിട്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സുന്ദരയെയും BT രണദീപയെയും ഇവിടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സഖാവ് AKGക്കൊപ്പം അറസ്റ്റ് ചെയ്ത് വിയൂർ ജയിലിൽ അടച്ചത്. സഖാവ് AKGയും സുശീല ഗോപാലനും അന്ന് കൈക്കുഞ്ഞായിരുന്ന AKGയുടെ മകൾ ലൈലയും അന്ന് അറസ്റ്റിലായി വിയൂർ ജയിലിൽ കഴിഞ്ഞു. എത്രയെത്ര നേതാക്കൾ ഇവിടെ AS നമ്പീശൻ മാഷും മാമക്കുട്ടിയേട്ടനും KP അരവിന്ദാക്ഷനും ഉൾപ്പെടെയുള്ള CPIM-ന്റെ ഈ ജില്ലയിലെ സംഘാടകർ ഉൾപ്പെടെ നിരവധി നേതാക്കളെ പോലീസ് വേട്ടയാടി. CPIM തകരുകയാണോ ചെയ്തത്? പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ കള്ളക്കേസിൽ ജയിലിലടച്ചപ്പോൾ തകരുകയാണോ ചെയ്തത്? ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്നലെ ഇവിടെ മാർച്ച് നടത്തിയ കോൺഗ്രസുകാരുടെ നേതാവായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. CPIM-ന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ എല്ലാം അറസ്റ്റ് ചെയ്തു. ഇന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം ജയിലിലായിരുന്നു. ഞങ്ങൾ ഇല്ലാതായോ? തകർന്നോ? അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും കേന്ദ്ര ഭരണകക്ഷിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, CPIM-നെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്നാണ്. കള്ളക്കേസുകൾ എടുത്തുകൊണ്ട് CPIM-ന്റെ നിലപാടുകളുടെ ശരിമയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് വലിയ പാർട്ടിയല്ല CPIM. പക്ഷേ ഏറ്റവും ശരിയായ ആശയം വർഗീയതക്കെതിരായി, അർദ്ധ ഫാസിസ്റ്റ് കടന്നാക്രമണങ്ങൾക്കെതിരായി ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം CPIM ആണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഒരു ഘട്ടത്തിൽ പറഞ്ഞു, അവർ വലിയ പാർട്ടിയല്ല, പക്ഷെ അപകടകരമായ ആശയങ്ങളാണ് അവരുടേത്. ആർക്കാണ് അപകടം? ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യരെ ജാതിയുടെ മതത്തിന്റെ ഒക്കെ പേരിൽ ഭിന്നിപ്പിച്ച് കലാപങ്ങൾ ഉണ്ടാക്കി ആ കലാപങ്ങളിൽ ഒഴുകുന്ന ചോരച്ചാലുകളിൽ ചവിട്ടി അധികാര സോപാനത്തിലേക്ക് എത്തുകയും അധികാരം നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങൾക്ക് ഏറ്റവും അപകടകരമായ നിലപാട്
CPIM-ന്റെയും കമ്മ്യൂണിസ്റ്റുകാരുടേതുമാണ്. അത് മോഡി പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് ഈ നിലപാടുകൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഏറ്റവും ശ്രദ്ധാപൂർവം കാതോർക്കുന്ന നിലപാടാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങൾ കുറച്ച് അംഗങ്ങളെ ഉള്ളൂ, ശരിയാണ്. പക്ഷെ കുറച്ച് അംഗങ്ങളെ ഉള്ളൂ എങ്കിലും പാർലമെന്റിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന തെറ്റായ നിയമനിർമ്മാണങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കാൻ ആരുണ്ട്? ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പരിശോധിക്കണം. ഇപ്പോ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പാസാക്കി. അത് വഖഫ് നിയമ ഭേദഗതിയാണ്. ഇവിടത്തെ ആരാധനാലയങ്ങളുടെ നിയന്ത്രണം വഖഫ് ബോർഡിൽ നിന്ന് ജില്ലാ കലക്ടർമാരിലേക്ക് കൊണ്ടുപോകുന്ന നിയമമാണ്. പാർലമെന്റിൽ വന്നപ്പോൾ, ബില്ല് വന്നപ്പോൾ പാർലമെന്റിൽ ഉണ്ടായിട്ടും ചർച്ചയിൽ പങ്കെടുക്കാൻ രാഹുൽ തയ്യാറായില്ല. പാർലമെന്റിലേക്ക് വരിക പോലും ചെയ്തില്ല പ്രിയങ്ക ഗാന്ധി. പക്ഷെ അവിടെ ആരാ സംസാരിച്ചത്? മലയാള ഭാഷയിൽ. മലയാള ഭാഷ സംസാരിച്ചാൽ തത്സമയം ഹിന്ദിയിലേക്കും ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യും പാർലമെന്റിൽ. മലയാള ഭാഷയിൽ ഈ നിയമത്തിന്റെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചത് സഖാവ് കെ രാധാകൃഷ്ണനായിരുന്നു. സഖാവ് ജോൺ ബ്രിട്ടാസിന്റെ ഉജ്ജ്വലമായ പ്രസംഗം രാജ്യസഭയിൽ നാം മുഴുകി കേട്ടു. കോൺഗ്രസ് പലപ്പോഴും നിലപാടുകൾ എടുക്കാൻ സന്നദ്ധമാകുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് വലിയ പ്രതിപക്ഷ പാർട്ടിയാണെന്ന് പറയുമ്പോഴും പലപ്പോഴും BJPക്ക് കീഴടങ്ങുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു, ചാഞ്ചാടുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു. കേരളം വ്യത്യസ്തമാണ്. എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ട് ഈ സംസ്ഥാനത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നിലപാടുകൾക്കെതിരെ ഉറച്ച നിലപാടെടുത്തുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോവാണ്. ഇപ്പോ നിങ്ങൾ നോക്കൂ, എന്താ കോൺഗ്രസിന്റെ നിലപാട്? സാമ്പത്തികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു, കോൺഗ്രസ് മുണ്ടില്ല. നമുക്ക് അർഹമായിട്ടുള്ള നികുതി വീതം നൽകുന്നില്ല, കോൺഗ്രസിന് പ്രതിഷേധമില്ല. കേന്ദ്ര ഗവൺമെന്റ് ഗവർണറെ ഇറക്കി എന്തെല്ലാം ഇവിടെ നടത്തി. സർവകലാശാലകൾ പിടിച്ചെടുക്കാൻ എന്തെല്ലാം ശ്രമങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തി. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ, വർഗീയവൽക്കരിക്കാൻ നടത്തിയ ശ്രമങ്ങളെ പിന്താങ്ങിയവരല്ലേ കോൺഗ്രസുകാർ? കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടുകൾക്ക് സമാനമായ സമീപനം പലപ്പോഴും കെ സുധാകരൻ സ്വീകരിച്ചില്ലേ? എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിൽ പോകും. RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നയാളാണ് താൻ എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞ ഒരു KPCC പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പോ അതാണ് കോൺഗ്രസ് സമീപനം. അവർ BJPക്കെതിരായിട്ട് നിലപാടുകൾ സ്വീകരിക്കാൻ വൈമുഖ്യം കാണിക്കുന്നു. ഇപ്പോ ED CPIM-നെതിരായിട്ട്, അതിന്റെ നേതാക്കൾക്കെതിരായിട്ട് കള്ളക്കേസ് എടുത്തപ്പോൾ ഇവിടെ സമരാഭാസവുമായിട്ട് രംഗത്തിറങ്ങുകയാണ്. നാടിനു വേണ്ടി ഒരു അക്ഷരം മിണ്ടാൻ കെൽപ്പില്ലാത്തവർ തങ്ങളുടെ ഇഷ്ടക്കാരായിട്ടുള്ള മാധ്യമങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് സമരാഭാസങ്ങൾ നടത്തുന്നു. ജനങ്ങളുടെ മുന്നിൽ വസ്തുത തുറന്നു പറയാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടോ? ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. സഹകരണ ബാങ്കുകൾ എത്ര എണ്ണ കോൺഗ്രസ് തകർത്തത്? എത്ര എണ്ണം? എണ്ണി പറയാം. തൃശൂർ ജില്ലയിൽ തന്നെ പുത്തൂർ സഹകരണ ബാങ്ക്, തൃശൂർ അർബൻ ബാങ്ക് ഇപ്പോ വലിയ അന്വേഷണം നേരിടുകയാണ്. ഇവിടെ തന്നെ പല ബാങ്കുകൾ നിയമനത്തിന് സ്വന്തം പാർട്ടി അനുഭാവിയുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ വിദ്വാൻ ഈ ചേലക്കരയിലാണ്. വയനാട് ജീവിതം മുഴുവൻ കോൺഗ്രസിന് വേണ്ടി സമർപ്പിച്ച NM വിജയൻ എന്ന വയനാട് DCCയുടെ ട്രഷറർ ആത്മഹത്യ എന്തിനു വേണ്ടിയായിരുന്നു? അദ്ദേഹം എഴുതി വെച്ചു, ജീവനേക്കാൾ ഞാൻ സ്നേഹിച്ചത് എൻ്റെ പാർട്ടിയെയാണ്, പക്ഷെ എൻ്റെ പാർട്ടിയുടെ ചില നേതാക്കൾ എന്നെ വഞ്ചിച്ചു, എനിക്ക് അത് താങ്ങാൻ കഴിയുന്നില്ല, ഈ ജീവിതവുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, എഴുതി വെച്ചു. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. NM വിജയന്റെ മകൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ, ഈ വഞ്ചന എങ്ങനെയാണ് പൊറുക്കാനാവുക? ഇതെല്ലാം നാട്ടുകാരുടെ മുന്നിൽ സംഭവിക്കുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊന്നും ജനങ്ങളെ അറിയിക്കാൻ
അവർ വല്ലാതെ താല്പര്യപ്പെടില്ല. ഇപ്പോ SFIയുടെ ഒരു പഴയകാല പ്രവർത്തക ഒരു തെറ്റായിട്ടുള്ള പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ജോലി നേടി എന്ന് ആരോപിച്ചുകൊണ്ട് എത്രമാത്രം വലിയ പ്രചാരണം ഈ നാട്ടിൽ നടന്നു. ഇനിയും തെളിയിക്കപ്പെടാത്ത ഒരു സംഭവം, കണ്ണൂരിൽ ഒരു ADM ആത്മഹത്യ ചെയ്തു. അത് അവിടുത്തെ ഒരു ജനപ്രതിനിധി ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ്. ആരോപണം ഉന്നയിക്കാമോ ഇല്ലയോ എന്നൊക്കെയുള്ള പ്രശ്നം വേറെയുണ്ട്. പക്ഷേ ഇവിടെ ആ വനിതാ നേതാവിനെ കുറിച്ച് എന്തെല്ലാമാണ് ഇവർ പ്രചരിപ്പിച്ചത്. എന്നാൽ തന്റെ മരണത്തിന് കാരണം ഈ പാർട്ടിയുടെ ഇന്ന നേതാക്കളാണ് എന്ന് പറഞ്ഞിട്ടും ഇവിടത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ അവർക്കെതിരായിട്ടൊരു വാർത്തയും കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ എങ്കിലും ജനങ്ങൾ സത്യം അറിഞ്ഞു. ഇന്ന് നമ്മുടെ നാട്ടിൽ സത്യം പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ എത്ര എണ്ണമുണ്ട്? ഒരു ദിവസം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത. എന്താണ്? ഇനി രൂപ പോവാൻ പോവാണ്, എന്നിട്ട് ഡിജിറ്റൽ രൂപയായിട്ട് വരാൻ പോവാണ്. എല്ലാ പത്രത്തിലും ഒരേ സംഗതി. അത് വരാത്ത ഒരേ ഒരു പത്രമുള്ളൂ, അത് കമ്മ്യൂണിസ്റ്റുകാരുടെ പത്രമാണ്. ജനങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഇടതുപക്ഷ പത്രമാണ്. ഇപ്പൊ ഗാന്ധിജി മരിച്ചത് അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയായിരുന്നില്ല, ഓട്ടോറിക്ഷ ഇടിച്ചിട്ടുമായിരുന്നില്ല. സംഘ് പരിവാറുകാരനായിട്ടുള്ള നാഥുറാം വിനായക് ഗോഡ്സെ എന്ന വർഗീയ ഭ്രാന്തൻ വെടിയുതിർത്താണ് അർദ്ധനഗ്നനായ ഫക്കീർ, ഈ രാജ്യത്തിന്റെ മഹാനായ നേതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. നോക്കൂ, ഗാന്ധി ജയന്തി ദിനത്തിൽ, സമാധി രക്തസാക്ഷി ദിനത്തിൽ മലയാള മനോരമയിലും മാതൃഭൂമിയിൽ അവരാണല്ലോ ഗാന്ധിസ്റ്റുകൾ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ. ആരാണ് ഗാന്ധിജി അനുസ്മരിച്ച് ലേഖനം എഴുതുന്നത്? നാഥുറാം വിനായക് ഗോഡ്സെയുടെയും VD സവർക്കറിന്റെയും പിന്മുറക്കാരനായിട്ടുള്ള റാം മാധവും KN ഹരിയുമൊക്കെയാണ് മാതൃഭൂമിയിലും മനോരമയിലും ലേഖനം എഴുതുന്നത്. എന്നാൽ ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിജിയെ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് രക്തത്തിൽ കുതിർന്ന് ഗാന്ധിജി കുഴഞ്ഞു വീഴുന്ന ആ വികാര നിർഭരമായ ദൃശ്യം നൽകിയ ഒരേ ഒരു പത്രമേ ഇവിടെയുള്ളൂ. ആ പത്രത്തിന്റെ പേര് ദേശാഭിമാനി എന്നാണ്. ഇത് ഞങ്ങളുടെ നിലപാട്. ഏത് വെല്ലുവിളിയുടെ മുന്നിലും പതറാത്ത കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ഭീഷണിപ്പെടുത്തുക, കേസ് കാട്ടിയൊന്നും ഭീഷണിപ്പെടുത്തിയാൽ വഴങ്ങുകയില്ല എന്നവർക്കറിയാം. എന്നാൽ കള്ളക്കേസ് എടുത്തുകൊണ്ട് CPIM-നെ, അതിന്റെ നേതാക്കളെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഏക അജണ്ടയുമായിട്ടാണ് ED-യും അതുപോലെയുള്ള ഏജൻസികളും മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ED-യുടെ കേസുകളിൽ കോടതി ശിക്ഷിക്കുന്നത് വെറും 1.2, വളരെ ചെറിയ ശതമാനം. ഇപ്പോൾ ED കരുവന്നൂരിന്റെ പേരിൽ എടുത്തിട്ടുള്ള കേസും ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്, കോടതിയിൽ പോയിട്ട് കോടതി വരാന്തയിൽ പോലും ആ കേസ് നിലനിൽക്കാൻ പോകുന്നില്ല. തെറ്റിദ്ധാരണാജനകവും വസ്തുതാ വിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾ നിയമവിരുദ്ധമായി എഴുതി ചേർത്ത് കുറെ പേജുകൾ അട്ടിയിട്ടാൽ അത് കോടതിയിൽ വിലപ്പോവില്ല. രണ്ട് കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം, മഴ വരാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഈ കേസിൽ ആദ്യഘട്ടത്തിൽ തന്നെ ED തോറ്റുപോയിരിക്കുന്നു. ഒന്നെന്താ? അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന വടക്കാഞ്ചേരിക്കാരനായിട്ടുള്ള CPIM-ന്റെ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് ഒരു വർഷത്തോളം ജയിലിലിട്ടില്ലേ? എന്താ ഹൈക്കോടതി പറഞ്ഞത്? എന്താണ് ഈ അരവിന്ദാക്ഷന്റെ പേരിലെ കേസ്? ഇയാൾക്ക് ഈ കേസിൽ യാതൊരു പങ്കുമില്ല. ആ കേസിൽ നിന്ന് അരവിന്ദാക്ഷന് ജാമ്യമല്ല, വിടുതൽ നൽകി കേരള ഹൈക്കോടതി. ED-യുടെ കള്ളപ്രചാരണം ദിവസങ്ങളോളം ആഘോഷിച്ച പത്രങ്ങൾ ആ വാർത്ത മൂലയിൽ ഒതുക്കി, അല്ലേ? നമ്മൾ കണ്ടതാണ്. മറ്റൊരു കാര്യം, AC മൊയ്തീന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോ ചാനലുകളിൽ സ്ക്രോളിംഗ്, എന്താണ്, കോടിക്കണക്കിന് രൂപ കണ്ടു കിട്ടി.
ഈ മാധ്യമങ്ങൾ ഫ്ലാഷ് ചെയ്തതാണ്. പക്ഷെ പിന്നീട് ED മൊയ്തീൻ എഴുതി കൊടുത്തു, ഒന്നും കിട്ടിയില്ല. ഈ രസീത് എഴുതി കൊടുക്കുമല്ലോ, എന്താ പറയുക, കൈപ്പറ്റ് രസീത് എഴുതി കൊടുത്തു. പക്ഷേ അവർ പോയിട്ട് പിന്നീട് ചെയ്തത് AC മൊയ്തീൻ്റെ അക്കൗണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മകളുടെയും അക്കൗണ്ടുകൾ കണ്ടുകെട്ടി. ഫ്രീസ് ചെയ്യുക മാത്രമല്ല, കണ്ടുകെട്ടി. ഏതാണ്ട് 24 ലക്ഷം രൂപ മൊയ്തീന്റെ ഭാര്യയുടെ റിട്ടയർമെന്റ് ആനുകൂല്യം, അവർ സർക്കാർ ഉദ്യോഗസ്ഥയാണ്, വിരമിച്ചപ്പോൾ കിട്ടിയ സർക്കാരിന്റെ ഫണ്ട്, 2 മകളുടെ സ്വർണം വിറ്റ പണം, ഇതായിരുന്നു. MLA എന്നുള്ള നിലയിൽ AC മൊയ്തീന്റെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും. ഇത് കണ്ടുകെട്ടിയിട്ട് ED പ്രഖ്യാപിച്ചു, ഇതാ അഴിമതി പണം ഞങ്ങൾ കണ്ടുകെട്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, സംസ്ഥാന ഹൈക്കോടതി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു പറഞ്ഞു, ഇത് തെറ്റ്, തിരിച്ചു കൊടുക്കണം, ആ പണം EDക്ക് തിരിച്ചു നൽകേണ്ടി വന്നു എന്ന കാര്യം ഈ നാട്ടിൽ എത്ര മാധ്യമങ്ങൾ എഴുതി? അപ്പോൾ മാർക്സിസ്റ്റുകാർക്കെതിരായിട്ട് നിരന്തരമായി കള്ളവാർത്തകൾ എഴുതുക, തെറ്റായ പ്രചാരവേലകൾ നടത്തുക. പക്ഷേ ജുഡീഷ്യൽ പരിശോധനയിൽ, നിയമ സംവിധാനങ്ങളുടെ പരിശോധനയിൽ ഇത് തെറ്റാണ് എന്ന് തെളിയിക്കപ്പെടുന്നു. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, കരുവന്നൂരിന്റെ പേരിലുള്ള ഈ കള്ളക്കേസും തള്ളിപ്പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതുവരെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് BJP പ്രചാരണം നടത്തുമ്പോൾ അതിന് ചിഞ്ചിലമ്പാടുന്ന യൂത്ത് കോൺഗ്രസ് പിള്ളേരും കോൺഗ്രസ്സുകാരും തങ്ങളുടെ നിലമറന്നുകൊണ്ടാണ് ഇവിടെ പെരുമാറുന്നത്. അതുകൊണ്ട് വിലപ്പോവില്ല എന്ന് സന്ദർഭത്തിൽ പറയുന്നു. ഇവിടെ ഞങ്ങളിപ്പോൾ വളരെ സമാധാനപരമായിട്ടുള്ള പ്രകടനമാണ്, കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. തെറ്റായിട്ടുള്ള പ്രചാരവേലകൾ നടത്തി ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തിരിച്ചറിയണം എന്ന് വളരെ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നാടെമ്പാടും കട്ടുമുടിച്ചവർ, സഹകരണ ബാങ്കുകൾ, പഞ്ചായത്തുകൾ, നഗരസഭകൾ ഈ സംസ്ഥാനത്തിന്റെ അധികാരം കിട്ടിയപ്പോ ഈ അധികാരത്തിൽ എല്ലായിടത്തും അഴിമതി മാത്രം നടത്തിയവരാണ് കോൺഗ്രസ്സുകാർ. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ സതീശന്റെ പ്രസ്താവന ഇപ്പോഴും വിഷ്വൽ മീഡിയയിൽ കാണാം, ഈ ഭരണം അഴിമതി നിറഞ്ഞതാണ്, അധോലോക സംഘങ്ങളാണ് ഭരണം നടത്തുന്നത്. ആരാ പറഞ്ഞത്? VD സതീശൻ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആന്റണിക്കെതിരായിട്ട് ഉമ്മൻചാണ്ടി നീങ്ങിയില്ലേ? കരുണാകരനെതിരായിട്ട് ഉമ്മൻചാണ്ടിയും ആന്റണിയും നീങ്ങിയില്ലേ? കോൺഗ്രസുകാർ ഭരിച്ച ഘട്ടങ്ങളിലെല്ലാം അഴിമതി നടത്തി ആ കൊള്ളപ്പണം പങ്കുവെക്കുന്നതിനുള്ള തർക്കം നിരന്തരമായി നടത്തി ചക്കള പോരാട്ടം നടത്തിയവർ ഇപ്പൊ പറയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. സുധാകരൻ ഒറ്റക്കെട്ടായിട്ട് സതീശനെ എന്തു പറഞ്ഞു പത്രസമ്മേളനത്തിൽ എന്ന് ഈ മൈക്കയിലൂടെ പറയാൻ എനിക്ക് പറ്റില്ല. അത്ര ഐക്യമാണ് അവർ തമ്മിൽ. വളരെ ഐക്യത്തോടെയാണ് സുധാകരൻ പ്രസിഡന്റായി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. എന്നെ മാറ്റുമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ മാറ്റിയതിനു ശേഷം സുധാകരന്റെ പ്രസ്താവന ഏകപക്ഷീയമായിട്ട് സതീശൻ ഇങ്ങനെ തീരുമാനങ്ങളൊന്നും പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന നിലപാട്. കോൺഗ്രസിനകത്ത് കലഹമാണ്. കൃത്യമായ രാഷ്ട്രീയ നിലപാടില്ലാതെ അഴിമതിയിൽ സ്വജനപക്ഷപാതത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു കൂളി സംഘം ഇവിടെ വന്ന് ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, ഈ നാട്ടിലെ ജനങ്ങൾ നേരിട്ടറിയുന്ന, ജീവിതം കൊണ്ട് സുതാര്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സഖാവ് K. രാധാകൃഷ്ണൻ പോലെയുള്ള ആളുകൾക്കെതിരായി പുലഭ്യം പറയാൻ വന്നാൽ അത് കേവലം സമാധാനപരമായിട്ട് മാത്രം കേട്ടു നിൽക്കാൻ കഴിയില്ല എന്ന കാര്യം കൂടി അവർ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുന്നു. പലയിടത്തുനിന്നും പിന്തിരിഞ്ഞോടിയ ചരിത്രമുണ്ട്. ഉള്ള ആ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ നടത്തിയ നുണപ്രചാരണത്തെ, കള്ളപ്രചാരവേലകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ചതാണ് ഈ പരിപാടി. ഇന്നലെ രാത്രിയാണ് തീരുമാനിച്ചത്. ഇന്നലെ രാത്രി ഈ തീരുമാനമെടുത്ത് ഇവിടെ എത്തിച്ചേർന്ന നൂറുകണക്കിന് സഖാക്കളെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. വീടും സ്ഥലവും വിൽപ്പനയ്ക്ക്.
ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും 40 മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോട് കൂടിയ 2 നില വീടും 48 സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, മറ്റു ഫലവൃക്ഷങ്ങൾ, വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും. ആവശ്യക്കാർ ബന്ധപ്പെടുക. ഫോൺ 9539 403680, 9497 179359.